ഹായ് ഹലോ വിബു സ്വൈപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബോട്ട് 8 ഡേ എന്ന വീഡിയോ ചെയ്യാമെന്നൊരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തയ്യാറെടുത്തപ്പോഴാണ് അത് സംഭവിച്ചത്. എന്താണെന്നല്ലേ, എൻ്റെ ഫേസ് ഒന്ന് ശ്രദ്ധിച്ചാൽ പലർക്കും പിടികിട്ടും. എനിക്കൊരല്പം പോലും സുഖമില്ലായിരുന്നു. 1.5 മാസം കിടത്തിക്കളഞ്ഞു എന്നെയും കുഞ്ഞിനെയും വൈറൽ പനി. 1.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം എന്ത് ചൂടാൻ അല്ല, ഞാൻ മടങ്ങിയെത്തിയിരിക്കുന്നു. പനി 104, 105 അങ്ങനെ ലെവൽ കൂടിയതിനാൽ കുളിക്കാൻ നിർവാഹമില്ലായിരുന്നു എന്നൊന്ന് കുളിച്ച് ഫ്രഷ് ആകുകയും വേണം. പതിവ് പോലെ രാവിലെ 8 മണിക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നിന്നും എൻ്റെ ഒരു ദിവസം ആരംഭിക്കുകയാണ് കേട്ടോ. വായ്ക്ക് രുചിയില്ലാത്ത ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാക്കിയാലും ഒരു ഗുണവും മണവും ഇല്ലായിരുന്നു. ഇന്നു മുതൽ ഒന്ന് ആക്റ്റീവ് ആകണം. പഴയ പോലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം കിട്ടും. പണ്ട് മുതൽ ശീലിച്ച് വന്നതിനാൽ അതൊരു കൂടപ്പിറപ്പായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ വെള്ളം കുടി കഴിഞ്ഞു, ഒന്ന് കുളിച്ച് ഫ്രഷായി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് കാണാം കേട്ടോ. ഇന്ന് പുട്ടും മുട്ടക്കറിയും വിബുക്കുട്ടന് ഇഡ്ഡലിയുമാണ് തയ്യാറാക്കിയത്. സമയം 10 മണിയായിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കുമ്പോൾ ഒപ്പം ഇരുത്തി കഴിപ്പിച്ചില്ലെങ്കിൽ പിന്നെ വിബുക്കുട്ടന് ഫുഡ് കൊടുക്കുക എന്നതൊരു സ്പെഷ്യൽ ടാസ്ക്കായി മാറും. എന്തായാലും ഡാൻസൊക്കെ കളിച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ സപ്പോർട്ടായി അവനും നിന്നു. അങ്ങനെ പുട്ടും മുട്ടക്കറിയും ചായയും തട്ടി വിട്ട ശേഷം ഒരു 12 മണിയായപ്പോഴേക്കും എൻ്റെ വീട്ടിലേക്ക് പോകാനിറങ്ങി. നല്ല ചൂട് കാരണം ഒരല്പം നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരാവോ എന്ന് ചോദിക്കാൻ ആരുമില്ലാത്തതിനാൽ ഞാൻ തന്നെ സ്വയമേ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിച്ചു. എന്നിട്ട് എൻ്റെ വീടെത്തിയപ്പോഴേക്കും സമയം 1:30. അമ്മക്കുട്ടി ചോറ്, ചിക്കൻ മരിച്ചിനി, സാലഡ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വന്ന പാടെ ഡ്രസ്സ് മാറ്റി ഫുഡ് അടി തുടങ്ങി കേട്ടോ. ഞാൻ എല്ലാ പെൺമക്കളും സ്വന്തം വീട്ടിൽ വരുമ്പോൾ അച്ഛനമ്മമാരുടെ കയ്യിൽ കുട്ടികളെ ഏൽപ്പിച്ച് ഭക്ഷണമൊക്കെ റിലാക്സായി ആസ്വദിച്ച് കഴിക്കും മാതിരി ഞാനും കഴിച്ചു കേട്ടോ. പോരാത്തതിന് കൂടെ ഇത്രയും ദിവസം പനിയല്ലായിരുന്നു, ഒന്നും ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പല്ലവിയും പാടിക്കൊണ്ടിരുന്ന നല്ലോണം തട്ടിവിട്ടു. ഒരു ഉറക്കവും കഴിഞ്ഞ് മേലും കഴുകി വന്നപ്പോൾ സമയം 5:30. എഴുന്നേറ്റ് വന്നപ്പോഴേക്കും അച്ഛൻ നല്ല ചൂട് വാഴയ്ക്കപ്പം മേടിച്ചുകൊണ്ട് വന്നേക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഏലക്കയിട്ട ചായയും വാഴയ്ക്കപ്പവും കഴിച്ചു. തിരികെ വീട്ടിലേക്ക് പോകാൻ രാത്രി 8:30 ആയപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ ഉണ്ട് അച്ഛൻ പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നേക്കുന്നു. അതും നല്ല ചൂട് പൊറോട്ട. ഉച്ചത്തെ ചിക്കൻ കറിയും ചേർത്ത് പൊറോട്ടയും ചിക്കനും കൂടി അങ്ങ് തട്ടിവിട്ട് നല്ലോണം ഹെവി ഫുഡ് അടിച്ചുകൊണ്ടാണ് രാത്രി വീട്ടിലേക്ക് തിരികെ പോകാനിറങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ട്രെൻഡായിട്ടുള്ള വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, ഞാൻ ട്രെൻഡൊക്കെ തീരാറായപ്പോഴത്തേക്കാണ് ഈ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയും ലേറ്റ് ആവാനുള്ള റീസൺ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.